ഹായോ സുഖലേ. അപ്പോൾ ഞാൻ വീണ്ടും മലപ്പുറത്ത് എത്തിയിരിക്കുന്നു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് പഴപ്ലാച്ചൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് മമ്മി പറഞ്ഞു സെപ്പറേറ്റ് ആക്കി എടുക്കുക, നമുക്ക് ചക്കട ഉണ്ടാക്കാം. പിന്നെ വീതിയുള്ള ഭാഗം നോക്കി നമ്മളിങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിലല്ല നല്ല ഈസി ആയിട്ട് ചക്കയും ചക്കയുടെ പോളയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് സാധാ ചക്കയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പൊളിക്കാം. പക്ഷേ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കി അല്ലേ. സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. അങ്ങനെ പൊളിച്ചെടുത്ത് ഒരു ചെറിയ പാത്രം നിറച്ചും കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ട് ശർക്കര കുറച്ച് പൊടിച്ചിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. 3-4 ഏലക്ക ചതച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, തൊലി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അരമുറി തേങ്ങ ഒന്ന് തിരുമ്മി എടുത്തിട്ട് നമ്മുടെ ഈ ചക്ക എടുത്ത് വെച്ചേക്കുന്ന ചക്കയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ ഗ്ലാസ് അപ്പപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉരുക്കിയ ശർക്കര നമ്മൾ അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമാണെങ്കിലും ചെറിയൊരു ഉപ്പ് ഇട്ടാലേ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആദ്യം ഈ ചൂട് ശർക്കര ഉരുക്കിയതല്ലേ, അതുകൊണ്ട് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മിയെടുക്കുക. നല്ല ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റാക്കി കുഴച്ച് 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 ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് കുഴച്ച് തിരുമ്മി അങ്ങോട്ട് സോഫ്റ്റാക്കി എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് പരത്തി ഒന്ന് ഇട്ടിട്ട് നമുക്കതൊന്ന് മടക്കി വെക്കാം. ഇതുപോലെ കുറച്ചധികം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇലയിലും ഇങ്ങനെ ചേർത്ത് ഓരോന്ന് കുറച്ചിട്ടിട്ട് ഇതുപോലെ പരത്തി മടക്കി വെക്കാം. അപ്പോൾ അതൊരു കുഞ്ഞി കൈ ഇതുപോലെ പരത്തി വെക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ നാദാനുവിൻ്റെ. ഇനി നമുക്കിത് നമ്മുടെ ഇടിയപ്പ തട്ടിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തനെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കുറേ ഒറ്റയടി കുറേ കുത്തി വെക്കാം. അങ്ങനെ അത് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കട റെഡിയായിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, ചെറിയൊരു മധുരവും ചക്കയുടെ ചൊവ്വയും ഏലക്കയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ചൊവ്വയാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്നെസ്സും ശർക്കരയുടെ സ്വീറ്റ്നെസ്സും കൂടി നല്ല സോഫ്റ്റ് ചക്കട. അപ്പോൾ ട്രൈ ചെയ്യല്ലേ.